നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് എതിര് ആരാണ്? ലോധ കമ്മീഷൻ നിർദ്ദേശങ്ങൾ ഉപാധികളില്ലാതെ നടപ്പിലാക്കാൻ BCCIക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ ഭരണസമിതിയെ മാറ്റും. ഇത് സംബന്ധിച്ച് ഉത്തരവ് നാളെ പുറപ്പെടുവിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. BCCI അധ്യക്ഷൻ അനുരാഗ് ഠാക്കൂർ ക്രിക്കറ്ററാണെന്ന വാദത്തോട് സുപ്രീം കോടതിക്ക് പരിഹാസം. താൻ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ടീമിൻ്റെ ക്യാപ്റ്റനാണെന്ന് ചീഫ് ജസ്റ്റിസ് മറുപടി പറഞ്ഞു. ഈ വിഷയം ആണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഡോക്ടർ അജിത് കുമാർ, ദേവദാസ്, രംഗനാഥൻ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. BCCI മാച്ച് റഫറിയും മുൻ രഞ്ജി താരവും ആയ രംഗനാഥൻ. ശ്രീ രംഗനാഥൻ, എന്താണ് ഈ BCCIക്ക് ലോധ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ ഇത്ര മടി? സുതാര്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണല്ലോ ഈ നിർദ്ദേശങ്ങൾ. അല്ല, BCCIക്ക് ഈ ലോധ കമ്മിറ്റി വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിനൊരു കാലാവധി അല്ലെങ്കിൽ ഓരോ മാറ്റങ്ങൾ അതിന് അനിവാര്യമായിട്ട് വേണ്ടി വരുന്നു. ഇവിടെ ഇപ്പോ ഈ ലോധ കമ്മിറ്റി വന്നത് തന്നെ നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന എൻ ശ്രീനിവാസനും IPLന്റെ വിഷയമെല്ലാം വന്നതിന് ശേഷമാണ് സുപ്രീം കോടതി നിയോഗിച്ച ലോധ കമ്മിറ്റി വരുന്നതും അവര് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ BCCIയുടെ മുന്നിൽ വെച്ചതും. ഇപ്പൊ BCCI ഇന്നലെ ഇന്ന് തുടങ്ങിയതല്ല, ഇത് കാലാകാലങ്ങളിലായിട്ട് വർഷക്കണക്കായിട്ട് അവരുടെ ഒരു ബൈലോയും അവരുടെ ഒരു അമെൻമെന്റും എല്ലാം കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്നതും. ഈ അടുത്ത കാലത്ത് ചുമതലയായിട്ട് അനുരാഗ് ഠാക്കൂർ എന്നുള്ള വളരെ യങ് ആയിട്ട് ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് BCCIക്ക് വന്നു. കൂടാതെ അജയ് ഷിർക്കെ. ഈ രണ്ടുപേരെ കുറിച്ച് ഒരു ലോധയ്ക്കോ ഒരു സുപ്രീം കോടതിക്കോ ഇന്ന് ഇവരെ കുറിച്ച് ഒരു പരാമർശവും നടത്താൻ പറ്റില്ല. ശ്രീ രംഗനാഥൻ, ഞാൻ അവിടെ ഇടപെട്ട് താങ്കളോട് ചോദിക്കുകയാണ്. ഞാൻ ആദ്യമേ തന്നെ അതിഥികളോട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. BCCIക്ക് എന്താണ് ഈ ലോധ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്, കാര്യങ്ങൾ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മടി എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ വിഷയം. ആ വിഷയത്തിന് പുറത്തേക്ക് ചർച്ച പോയാൽ സമയപരിമിതി ഉള്ളതുകൊണ്ട് ചർച്ച വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ആ സന്ദർഭങ്ങളിൽ ഇടപെടും. ഞാൻ മാത്രം സംസാരിക്കുന്നു എന്ന ചിലരുടെയെങ്കിലും പരാതി അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ ദയവായി അതിഥികൾ ഇടയാക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ശ്രീ രംഗനാഥൻ, അങ്ങ് പറഞ്ഞത് ഈ അജയ് ഷിർക്കെക്കും അല്ലെങ്കിൽ അനുരാഗ് താക്കൂറിനും വളരെ വലിയ ഡൈനാമിസമാണുള്ളത്. അവർക്ക് ഈ സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ളവരാണ്. അതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്താൻ പോലും സുപ്രീം കോടതിക്ക് പോലും ആയില്ല എന്നാണ്. പക്ഷേ സുപ്രീം കോടതി ഇന്ന് ചോദിച്ചത് ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ അനുരാഗ് താക്കൂറിനുള്ള യോഗ്യത ക്രിക്കറ്റിൽ? മറുപടി ഒറ്റ വാചകത്തിൽ തീരും. രഞ്ജി ട്രോഫി ഒരിക്കൽ കളിച്ചു ഹിമാചൽ പ്രദേശിനു വേണ്ടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റുമായുള്ള ബന്ധം. ഇതിനാണോ BCCIയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ അവരോധിച്ചുകൊണ്ട് ഈ സുപ്രീം കോടതിയിൽ ഇങ്ങനെ താണ് കേട് നിൽക്കുന്നത്? മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്പോർട്സ് ബോഡിയിലും നിൽക്കുന്നവർക്ക് അതാത് യോഗ്യത വെച്ചാണോ സ്പോർട്സിന്റെ ആ ഒരു ചുമതല വഹിക്കുന്നത്? ഒരു ചോദ്യം. രണ്ടാമത് ഈ BCCIയുടെ കാര്യം മാത്രം വരുമ്പോൾ ഇത്ര കാര്യമായിട്ട് താല്പര്യമായിട്ട് പല കോർണറിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നു. അത് സാമ്പത്തികമായിട്ടും ലോകത്തിന് തന്നെ ഏറ്റവും അസൂയാപരമായിട്ടുള്ള ഒരു വളർച്ച, പ്രത്യേകിച്ച് BCCIയുടെ നടത്തിപ്പും. അവരിപ്പോ ഇന്ത്യ തന്നെ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ IPLന്റെ കാര്യത്തിലായാലും ഒരു ലോകത്തിന് തന്നെ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ടൂർണമെന്റ് ഇന്ത്യയിൽ തുടങ്ങുന്നു. പിന്നെ പല ഇൻഫ്രാസ്ട്രക്ചറും പല ക്രിക്കറ്റിന്റെ മാറ്റങ്ങളും ഇന്ത്യ ലോകകപ്പ് കണ്ടക്ട് ചെയ്യുന്നു. ഇങ്ങനെ പല മാറ്റങ്ങളും BCCIയുടെ കീഴിലാണ് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആവശ്യമില്ല. ശ്രീ രംഗനാഥൻ, എന്തിനാണ് ഈ വാദിക്കുന്നത് BCCIക്ക് വേണ്ടി ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നവരൊക്കെ? അതായത് ഈ സുതാര്യത കൊണ്ടുവരുന്നത് കൊണ്ട് എന്ത് കുഴപ്പം? അങ്ങീ പറഞ്ഞ ഈ BCCIയുടെ മഹിമ വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. 2-3 കാര്യങ്ങളാണല്ലോ ലോധ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. സുതാര്യത വേണം. അങ്ങ് ചോദിച്ചല്ലോ,
ഈ ലോകം മുഴുവൻ അസൂയയുണ്ടാക്കുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്ന ഒരു സംഘടനയാണ്. എന്തുകൊണ്ടാണ് ആ വളർച്ച? സാമ്പത്തികമായുള്ള സുതാര്യമല്ലാത്ത ഒരുപാട് വലിയ ക്രയവിക്രയങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനം. അതിന് ചില സുതാര്യത വേണം എന്നുള്ളത് കോടതി കൂടി ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് അതിനെ ఖంഡിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതല്ലേ കുറച്ചുകൂടി ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകുക, ക്രിക്കറ്റിനും നല്ലത്. ഞാൻ ഒരു കാര്യം പറയാം, ലോധ കമ്മിറ്റി വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഓരോന്നായിട്ട് അംഗീകരിച്ചു വരികയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോ നോക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ഒരു സ്ഥാനത്തിരിക്കുന്നവര് റൊട്ടേഷൻ പോളിസിയിൽ മാറുക, പിന്നെ ഒരു സംസ്ഥാനത്തിന് ഓരോ വോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്, പിന്നെ പല നിർദ്ദേശങ്ങളും ലോധ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പൊ സെലക്ടേഴ്സിന്റെ ഒരു കാര്യത്തിൽ ഒരു മാനദണ്ഡം മാറ്റം BCCI വരുത്തിയിട്ടുണ്ട്. ഇന്നും ഇന്ത്യൻ ടീം ഇപ്പൊ ഏകദിന ടീം സെലക്ട് ചെയ്ത 5 സെലക്ടേഴ്സ് ആണ്. കാരണം സെലക്ടേഴ്സ് ഇന്ന് ഇന്ത്യ മുഴുവൻ മത്സരങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഒരു സാമാന്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 3 സെലക്ടേഴ്സിന് ഒരു ഇന്ത്യൻ ടീമിനെയോ അല്ലെങ്കിൽ ഒരു ടാലന്റ് ഹണ്ട് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു സമയക്കുറവ് അവർക്ക് പറ്റും. ഇപ്പൊ ഞങ്ങളെ തന്നെ മാച്ച് റഫറീസിനെ ആ ഒരു സെലക്ഷൻ കാര്യത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ ടാലന്റ് കണ്ടുപിടിച്ച് BCCIക്ക് റിപ്പോർട്ട് കൊടുക്കാൻ. ഇത്ര സുതാര്യമായിട്ട് ഇപ്പൊ BCCI എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഈ ഒരു 2 അംഗങ്ങൾ. ശ്രീ രംഗനാഥൻ, ഒരുപക്ഷെ അങ്ങയുടെ കാര്യത്തിൽ ഈ ട്രാൻസ്പെറൻസി ഉണ്ടെന്നും ശ്രീ രംഗനാഥൻ അങ്ങയുടെ കാര്യത്തിൽ ഈ ട്രാൻസ്പെറൻസി ഉണ്ടെന്നും അങ്ങ് ഉൾപ്പെടുന്ന മേഖലയിൽ ഒരുപക്ഷെ കൃത്യമായി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുമൊക്കെ പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ കോടതിയിൽ മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഈ ലോധ കമ്മിറ്റി പറഞ്ഞ 3 കാര്യങ്ങളെങ്കിലും, കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും നടപ്പിലാക്കുന്നതിൽ ഈ അജയ് ഷിർക്ക BCCI സെക്രട്ടറിയായി ഈ ജൂലൈ 18-ന് സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല വിധി ഉണ്ടായതിനു ശേഷം ഈ ലോധ കമ്മിറ്റി നടപ്പിലാക്കുന്നത് വരെ ഈ BCCI ഒരു കാര്യത്തിൽ ഇടപെടരുത് എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ഷിർക്കയ്ക്ക് ബാക്കിയുള്ള കാലത്ത് സെക്രട്ടറിയായി തുടരാനുള്ള ഒരു ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനം, ഒപ്പം സെലക്ഷൻ കമ്മിറ്റി, ആ സെലക്ഷൻ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇടയ്ക്കത് എടുത്ത് ചൂണ്ടിക്കാട്ടാം. മറ്റൊന്ന്, ഈ ഒംബുഡ്സ്മാൻ്റെ കാര്യത്തിൽ ഒക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇതൊക്കെ ഇപ്പോഴും സുതാര്യമല്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമാണ്, വയലേഷനാണ്. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ നീതിന്യായ പീഠവും പറയുന്നതിനപ്പുറം നിൽക്കാൻ എന്ത് അധികാരമാണ് BCCIക്കുള്ളത്? അല്ല, ഒരിക്കലും സുപ്രീം കോടതിയുടെ ഒരു കാര്യത്തിൽ BCCI ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ലോധ കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ലോധ കമ്മിറ്റി പല നിർദ്ദേശങ്ങളും സുപ്രീം കോടതിക്ക് വെക്കുകയും ആ സുപ്രീം കോടതി അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ലോധ കമ്മിറ്റി സുപ്രീം കോടതി അത് അംഗീകരിച്ചതോടുകൂടി ശ്രീ രംഗനാഥൻ, അത് പിന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് പിന്നീട് വരുന്നത്, ലോധ കമ്മിറ്റിയുടേതല്ല. ലോധ കമ്മിറ്റി അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഗോപാൽ സുബ്രഹ്മണ്യത്തെ പോലെയുള്ള അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെയുണ്ട്. കോടതി ഇതിനകത്ത് വ്യക്തമായി ഇടപെടുന്നുണ്ട്. കോടതി കണ്ടെത്തി അഭിപ്രായം പറഞ്ഞാൽ അത് വിധിക്ക് തുല്യം തന്നെയാണ്. കോടതിയുടെ അഭിപ്രായമാണത്. അല്ല, ഒരു കാര്യവും അത് അംഗീകരിക്കാതെ പോകുന്നില്ല. പക്ഷെ അതിനൊരു സമയപരിധി വേണം. ഇപ്പോ ഒരു എത്ര സമയം തന്നു ശ്രീ രംഗനാഥൻ? എത്ര സമയം തന്നു? ഈ റിപ്പോർട്ട് വന്നിട്ട് എത്ര കാലമായി? കോടതി ഇത് നടപ്പിലാക്കാൻ സമയം തന്നിട്ട് എത്ര കാലമായി? സുപ്രീം കോടതി അല്ലെങ്കിൽ ലോധ കമ്മിറ്റി നിർദ്ദേശിച്ച പല കാര്യങ്ങളും 90% കാര്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു CEO വെച്ചു, ഓഡിറ്റ് ജനറലിനെ വെച്ചു. ഓരോ കാര്യങ്ങള് സുതാര്യമായിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5-6 മാസം, പ്രത്യേകിച്ച് ലോധ കമ്മിറ്റി വന്നതിന് ശേഷം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് BCCIയുടെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അതിലും ഉപരിയായിട്ട് ചില പുതിയ നിർദ്ദേശങ്ങൾ, ഇപ്പോ സിക്കിം ആയാലും മണിപ്പൂർ ആയാലും മേഘാലയ, അതായത് ഈ അസോസിയേറ്റ് മെമ്പേഴ്സിന് പൂർണ്ണമായിട്ടും വോട്ടിംഗ് റൈറ്റ് കൊടുക്കുക, അതും ഇപ്പോ BCCI അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ സൗരാഷ്ട്ര പോലെ അല്ലെങ്കിൽ വിദർഭ പോലെ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ മറ്റ് 3 ടീമുകൾ ഉള്ളപ്പോൾ അവരുടെ ഒരു വോട്ടിംഗ് റൈറ്റ്, അത് കാലാകാലങ്ങളിലായിട്ട് ഈ ക്രിക്കറ്റ് ഇന്ത്യയിൽ തുടങ്ങിയത് തൊട്ട് സൗരാഷ്ട്ര പോലെയുള്ള ആ ഒരു സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് അവർക്കൊരു വോട്ടിംഗ് റൈറ്റ് കാലാകാലങ്ങളിലായിട്ട് നിലനിൽക്കുന്നു. പക്ഷെ അതിനെ മാറ്റിമറിച്ച് ഒരു പുതിയതായിട്ട് അവരുടെ വോട്ടിംഗ് റൈറ്റ് ഇല്ലാതെയാക്കിയ ശ്രീ രംഗനാഥൻ, ഇതിനെയാണ് സുതാര്യത ഇല്ലായ്മ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും സൗകര്യമനുസരിച്ച് അവരവരുടെ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി പറ്റുന്ന ചില ബൈലോകളാണ് അംഗീകരിച്ചിട്ടുള്ളത്. തമിഴ്നാട് സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ BCCI സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളൊക്കെ അതാത് സംസ്ഥാനങ്ങളുടെ
ബൈലോ അനുസരിച്ചാണ്. ഓരോരുത്തർക്കും ഓരോ ബൈലോ. ഒരു കാര്യം വരുമ്പോൾ എങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ ഒരു പിടിവള്ളി പിടിച്ചുകൊണ്ട് ഇതിനാകെ കൺഫ്യൂഷനിലാക്കാൻ പറ്റുന്ന ഒരു ഇടപാടാണിത്. ഇതാണ് മാച്ച് ഫിക്സിങ്ങിൽ കൊണ്ടുവന്ന് എത്തിച്ചത്, ഈ ക്രിക്കറ്റിനെ ഇത്രയധികം അഴിമതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. തമിഴ്നാട് സൊസൈറ്റി ആക്ടിൽ BCCI ഇന്നും നിലനിൽക്കുന്നു. അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പിന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ അനുയോജ്യമായ ഒരു ഭരണഘടന എന്ന് പറയുന്നത് അതിപ്പോ സുപ്രീം കോടതി അംഗീകരിച്ച രീതിയിൽ അല്ലെങ്കിൽ ലോധ കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരമായിട്ട് പല അസോസിയേഷനും, ഇപ്പൊ ത്രിപുര ക്രിക്കറ്റ് അസോസിയേഷൻ അംഗീകരിച്ചു കഴിഞ്ഞു, വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായിട്ടും ലോധ കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങള് അവര് മനസ്സിലാക്കി അത് അംഗീകരിച്ചോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ഇതെല്ലാം മാറ്റി ഒരു പുതിയതായിട്ട് പെട്ടെന്ന് ഇതിനെ അടിമുടി തുടച്ചു വാർക്കണം എന്നുള്ള രീതിയിലോട്ട് ആരാണ് പറയേണ്ടത്? ശ്രീ രംഗനാഥൻ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച്, ശ്രീ രംഗനാഥൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞിരിക്കുന്നു, ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പരിശോധിച്ച് ഈ ബൈലോകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളിത് അംഗീകരിച്ചേ പറ്റൂ, നിങ്ങൾക്ക് ഒരു ദിവസം കൂടി തരാം, നിങ്ങളിത് കേൾക്കണമെന്ന് പറയുമ്പോൾ പിന്നെയും നിങ്ങൾക്കിനി മറുപടി കോടതിയിൽ പറയാൻ സമയമില്ല. നിങ്ങളിനി കേൾക്കുക എന്നുള്ളത് മാത്രമാണ് BCCIക്കുള്ള ഒരേ ഒരു വഴി. അത് നാളെ കേൾക്കുമോ ഇല്ലയോ? അല്ല, തീർച്ചയായിട്ടും അതൊരു എന്തായാലും സുപ്രീം കോടതി ഇത്ര അഡമന്റ് ആയിട്ടൊരു തീരുമാനത്തിലോട്ട് പോകുമ്പോൾ നല്ലൊരു വിധി തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ക്രിക്കറ്റിനും അത് കൂടുതൽ ഗുണകരമാകട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, നാളെ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പൊ ആഭ്യന്തര ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരങ്ങൾ ധാരാളം നടത്താനിരിക്കുന്നു. ഏകദേശം ഇംഗ്ലണ്ട് ഇനി ഇന്ത്യക്ക് വരാനിരിക്കുന്നു, അതുകൂടാതെ ഓസ്ട്രേലിയ ഇന്ത്യക്ക് വരാനിരിക്കുന്നു, ഇന്ത്യ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോകണം. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു തലപ്പത്ത് ഇത് തലയില്ലാത്ത ഒരു രൂപമായിട്ട് BCCI മാറുന്ന ഒരു ഘടനയിലോട്ട് പോകരുത്. ശ്രീ രംഗനാഥൻ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കഴിഞ്ഞു. തലയില്ലാത്ത രൂപമായിരിക്കില്ല, ഈ നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു പാനൽ വരും, അതവർ കൊണ്ടുവരും. കൂടാതെ അങ്ങീ പറഞ്ഞതുപോലെ ഈ അഴിമതിയൊക്കെ കാണിച്ച് സുതാര്യമില്ലാതെ പോയാൽ മാത്രമേ ഈ കളികളൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ എങ്കിൽ അത് വേണ്ട, അങ്ങനെ ഇവിടെ സീസണൽ കളികൾ നടക്കണ്ട എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കഴിഞ്ഞു. അല്ല, വളരെ വ്യക്തമാണ്, ചീഫ് ജസ്റ്റിസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ തലപ്പത്ത് വരുന്നവർ ക്രിക്കറ്റുമായിട്ട് ബന്ധമുള്ളവരും ക്രിക്കറ്റ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം വരേണ്ടത്. ഇപ്പോഴുള്ളവർക്ക് ആ കഴിവില്ല, ഇപ്പോഴുള്ളവർക്ക് ആ കഴിവുണ്ടെന്ന് പറയാൻ പറ്റിയിട്ടില്ല കോടതിയിൽ. അല്ല, ഒരിക്കലും അവര് കുറവായിട്ട് അവർ ഇതുവരെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അനുരാഗ് ഠാക്കൂറിന്റെ കാര്യത്തിൽ. ശ്രീ രംഗനാഥൻ, ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ മറ്റതിഥികളിലേക്ക് കൂടെ ഒന്ന് പോകട്ടെ. അതായത് ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ അനുരാഗ് ഠാക്കൂർ ഒരു രഞ്ജി ട്രോഫിയിൽ കളിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിന്റെ ഇത് എന്ന് അദ്ദേഹത്തിന്റെ വക്കീൽ, BCCIയുടെ വക്കീൽ, ആ വക്കീൽ ആരാണെന്ന് അറിയാമല്ലോ, ശ്രീ കപിൽ സിബൽ, കോൺഗ്രസിന്റെ നേതാവ് ശ്രീ കപിൽ സിബൽ ആണ് കോടതിയിൽ പറഞ്ഞത് അനുരാഗ് ഠാക്കൂർ ഈ ഒരു കളി കളിച്ചിട്ടുള്ള ആളാണ് എന്ന്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് മറുപടി കൊടുത്തു, ഞാനും സുപ്രീം കോടതി ജഡ്ജിമാരുടെ ടീമിന്റെ ക്യാപ്റ്റനാണ് എന്ന്. അത്രയ്ക്കൊക്കെ ഉള്ള യോഗ്യതയേ ഉള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പരിഹാസം. ഞാൻ തിരിച്ചു വരാം. ശ്രീ ദേവദാസ്, ഇതാണ് ശ്രീ രംഗനാഥൻ പറയുന്ന മറുപടി. ലാലെ, ഈ 2.5 കൊല്ലം മുമ്പേ മെയ് 16 ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്ത മുതൽ രംഗനാഥൻ ഇതന്നെ പീപ്പിൾ TV ആടിനെ പട്ടിയാക്കിക്കൊണ്ട് നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതും രംഗനാഥനും BCCIക്കും കണ്ണ് കാണുന്നില്ല. ഇത് എന്ന് പറഞ്ഞാൽ ബണ്ടി ചോസ് കൺട്രോളിംഗ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI ആണ്, വീരപ്പന്മാരാണ്. അതിൽ ഈ അനുരാഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷനിലെ റവന്യൂ ലാൻഡ് എടുത്തിട്ട് സ്റ്റാർ ഹോട്ടലാക്കിയതിൻ്റെ കേസ് നടക്കുന്ന മറ്റേ കണക്കില്ല കോടികൾ, ഫാറൂഖ് അബ്ദുള്ള 113 കോടിൻ്റെ കേസുണ്ട്. എല്ലാ അസോസിയേഷനും, TC മാത്യുവിൻ്റെ കേരള അസോസിയേഷൻ്റെ എതിരെ CBI ഇപ്പോൾ കേസെടുത്തു. എല്ലായിടത്തും ഇവർ ഈ സൈഫൺ ചെയ്തിട്ട് നിൽക്കുന്ന 30 അസോസിയേഷനും ഇതുകൂടി. ഇപ്പോൾ രംഗനാഥൻ പറഞ്ഞതന്നെ എല്ലാം ഞാൻ കൗണ്ടർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനും വരാം. 87 കൊല്ലമായിട്ട് മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, മിസോറാമിനൊന്നും എന്നെയും രഞ്ജി കളിക്കാൻ പറ്റിയിട്ടില്ല. ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ ഫൈനലിലെത്തിയതാ 25 കൊല്ലം മുമ്പേ, ഒരു സസ്പെൻഡഡ്. രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ലളിത് മോഡിൻ്റെ വേറൊരു സ്പോർട്സ് നിയമമാക്കിയിട്ട് ഉള്ളിൽ കയറി നിൽക്കുന്നത് ഇവർ. അതുകൊണ്ടാണ് എന്തെന്നാണ് ചോദ്യം, അതാണ് ചോദ്യത്തിൽ നിന്ന് രംഗനാഥൻ മാറുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം. ലാൽ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ
ജൂലൈ 18 സുപ്രീം കോടതി ഠാക്കൂർ വിധിച്ചു. 2.5 കൊല്ലത്തെ കേസിന് ശേഷം കാട്ടുകള്ള ശ്രീനിവാസൻ എല്ലാം ഉള്ള കേസിൽ പുറത്താക്കിയിട്ട് വിധിച്ചു, നിങ്ങൾ ലോധ കമ്മിറ്റി പാനൽ റിഫോർമേഷൻ വരുത്തണം. ലോധ കമ്മിറ്റിനെ സുപ്രീം കോടതിൻ്റെ വിധി കഴിഞ്ഞ ശേഷം നിയമിക്കുന്ന ലോധ പാനൽ ഒന്നുമല്ല. ലോധ പാനൽ സുപ്രീം കോർട്ടിൻ്റെ ഒരു വർക്കിംഗ് ഫോഴ്സാണ്, നോക്കേണ്ട ഒരു ഫോഴ്സാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഡേറ്റ് കൊടുത്തു ഇവർക്ക്, 6 മാസം ഡേറ്റ് കൊടുത്തു റിഫോം ചെയ്യാൻ. അതിൽ ഒന്നാമത്തെ ഡേറ്റ് ആണ് സെപ്റ്റംബർ 30. സർട്ടൻ അസോസിയേഷനിലും തിരഞ്ഞെടുപ്പ് നടത്തണം. അതിൻ്റെ എല്ലാം റിഫോർമേഷൻ ഈ ലോധ പാനൽ അംഗീകരിച്ചതായിട്ടുള്ള ഇതെല്ലാം തീരുമാനം എടുക്കണം. മറ്റേ സെപ്റ്റംബർ 30, നവംബർ 15, ഡിസംബർ 15, ഡിസംബർ 30 ഉള്ളിൽ എല്ലാം ലോധ പാനലിൻ്റെ എല്ലാ റിഫോർമേഷനും വരുത്താം. സെപ്റ്റംബർ 30 വരെ ഒന്നും ചെയ്യാണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 21 AGM വിളിച്ചു, ആനുവൽ ജനറൽ ബോഡി. ലോധ പറഞ്ഞു പറ്റൂല, വിളിച്ചു. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 30 അത് വിളിച്ചപ്പോൾ ലോധ എന്ത് ചെയ്തു, സുപ്രീം കോടതി പോയിട്ട് പറഞ്ഞു, AGM വിളിച്ചു. ഇത് സുപ്രീം കോടതി അതാണ് കഴിഞ്ഞ ആഴ്ച ഠാക്കൂർ പറഞ്ഞത്, നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് അറിയും. എന്നിട്ടും വെല്ലുവിളിച്ചുകൊണ്ട് സെപ്റ്റംബർ 30 ഈ വീരപ്പന്മാർ, ഈ രാഷ്ട്രീയത്തിലുള്ള വീരപ്പന്മാർ വിളിച്ചു SGM സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് വേറൊരു സില്ലി റീസൺസ് പറഞ്ഞിട്ട് ഒരു ദിവസം കൂടി നീട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫിയിലെ നഷ്ടപരിഹാരം 30ഓളം കോടി ഉറുപ്പ്യ ഓരോ സ്റ്റേറ്റ് അസോസിയേഷനും ഇവർ കൊടുത്ത ശേഷം ലോധ അറിഞ്ഞിട്ട് ലോധ ബാങ്കിനോട്, യെസ് ബാങ്കിനോട്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയോട് പറ്റൂല എന്ന് പറയുമ്പോഴേക്ക് ഇവർ വിതരണം ചെയ്ത് കഴിഞ്ഞു. കുമാറിലേക്ക് കൂടി ഒന്ന് പോയിട്ട് ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനിലേക്കും അഡ്വക്കേറ്റ് ദീപക് പ്രകാശിലേക്കും ഞാൻ വരാം. ഡോക്ടർ അജിത് കുമാർ, ഈ സ്റ്റേറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിക്കറ്റ് അസോസിയേഷൻ പോലെയുള്ള അസോസിയേഷനാണെന്നാണ് എൻ്റെ ധാരണ. അതായത് അങ്ങ് ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള കേരളത്തിലെ അസോസിയേഷൻ കൂടിയാണത്. ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ BCCIയുടെ ഈ കോടികളൊക്കെ വാരി കൊടുക്കുന്നത് ഇത്തരം സ്റ്റേറ്റ് സംഘടനകൾക്കൊക്കെ കൂടിയാണ്. ആ സംഘടനകളുടെ അവിടുത്തെ ബൈലോയിലെ ചില അവ്യക്തതകൾ, ഇതും സെൻട്രൽ ബൈലോ ആയ BCCIയുടെ ബൈലോ ആയ തമിഴ്നാട് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന ബൈലോയുമായിട്ട് യോജിക്കാത്ത കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന കൺഫ്യൂഷൻ്റെ ഫലമായി, കൺഫ്യൂഷൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്നറിയില്ല, ഇതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ പല കാലങ്ങളിലായി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ചില രാഷ്ട്രീയക്കാരൊക്കെ തന്നെയാണ്. അരുൺ ജെയ്റ്റ്ലി ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ ഇപ്പോൾ അനുരാഗ് ഠാക്കൂർ, ശരത് പവാർ ഉണ്ട്. ഇങ്ങനെ പല പല ആളുകളുണ്ട്. ഇവരൊക്കെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. കേരളത്തിൽ പോലും അങ്ങ് പോലും പ്രവർത്തിച്ചിട്ടുള്ള മേഖലയിൽ പോലും ഇതുപോലെയാണോ കോടികൾ ഒഴുകുന്നത്? ഈ ഒരു സുഖം അനുഭവിച്ചതുകൊണ്ടാണോ BCCIക്ക് സുപ്രീം കോടതിയിൽ പോലും ഇത്ര വാശി കാണിക്കാൻ തോന്നുന്നത്? ഡോക്ടർ ലാൽ, ആദ്യമായിട്ട് പറയേണ്ടത് ഇത് തന്നെയാണ്. ആദ്യമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രശ്നം ഇപ്പോൾ അനുരാഗ് ഠാക്കൂറും ഈ അജയ് ഷിർക്കയെ പറ്റിയൊന്നും ആർക്കും നമുക്ക് വലിയ പരാതിയൊന്നുമില്ല, ഒക്കെ സംബന്ധിച്ചു. ഈ രംഗനാഥൻ പറയുന്ന ഒരു പോയിന്റിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്, ഒരു ടൈം ഫ്രെയിം വേണം എന്ന് പറയുന്നത്. എന്താണെന്നറിയ ഈ ടൈം ഫ്രെയിം, ഈ 30-ാം തീയതിക്കുള്ളിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ ഒഫീഷ്യൽസിനെ മാറ്റുന്ന ഒരു പ്രക്രിയയായിരുന്നു. ആരും തന്നെ മാറിയില്ല, മാറാനും സാധ്യതയില്ല. ഇതാണ് ഈ പ്രശ്നം. എല്ലാവരും കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. കാരണം ഓരോ അസോസിയേഷനും കിട്ടുന്ന കോടിക്കണക്കിന് രൂപ അവർ ശരിക്ക് സുഖലോലുപന്മാരായിട്ട് ഓരോ അസോസിയേഷനിലെ ഒഫീഷ്യൽസിൻ്റെ ലൈഫ് സ്റ്റൈലൊന്നും നമ്മൾ പരിശോധിച്ചാൽ വിഷമിച്ചു പോവും. കാരണം ഓരോരുത്തരും 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പെർമനൻറ്റ് സൂട്ട് വെച്ചിട്ടാണ് ഓരോ ക്രിക്കറ്റ് അസോസിയേഷൻ ഒഫീഷ്യൽസ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് കേൾക്കുമ്പം ഭയങ്കര സർപ്രൈസ് തന്നെയാണ്. എൻ്റെ കാലത്ത് ഇപ്പോൾ ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എൻ്റെ സ്വന്തം വീട് ഞാൻ പണയം വെച്ചിട്ട് എന്നിട്ടാണ് ഞങ്ങൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടാണ് ആദ്യത്തെ വൺ ഡേ ഇൻ്റർനാഷണൽ നടത്തിയത്. അത് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. കാരണം അന്ന് എങ്ങാനോ മത്സരം നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കട്ടപ്പുറത്ത് കിടന്നേനെ, യാതൊരു സംശയമില്ല. പക്ഷെ ദൈവം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട് എനിക്ക് തന്നെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്ത അസോസിയേഷൻസാണ് ഇതൊക്കെ. അത്രയധികം സാക്രിഫൈസസ് നടത്തി വന്നിരിക്കുന്ന അസോസിയേഷൻസാണ് ഇതെല്ലാം. പക്ഷെ എന്തു പറ്റി, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അസോസിയേഷൻസിന് പണം ഒഴുകാൻ തുടങ്ങി.
ഈ പണം ഒഴുകാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ഓരോരുത്തരായിട്ട് ഈ പണക്കൊതിയന്മാർ എന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങളെ എലിമിനേറ്റ് ചെയ്ത്, ഞങ്ങളെല്ലാവരും എലിമിനേറ്റ് ചെയ്ത് ഇപ്പം തലപ്പത്തിരിക്കുന്നവർ ക്രിക്കറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ, താങ്കൾ സൂചിപ്പിച്ച പോലെ കുറേ രാഷ്ട്രീയക്കാരെ ഇതിൽ എന്താ പറഞ്ഞത്, നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ശരിക്കും എന്താ പറഞ്ഞത്, ഈ ഇഷ്ടം പോലെ പണച്ചാക്കളായതുകൊണ്ട് അത് ഉപയോഗിക്കാനായിട്ട് ഈ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ വന്നോടെയാണ് ഇത്രയും വഷളായത് അസോസിയേഷൻ. ഈ അസോസിയേഷനൊക്കെ വഷളാവാനുള്ള കാരണം ഇപ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇവരുടെ സ്ഥാനത്ത് നിന്ന് പോകാൻ തയ്യാറല്ല. കാരണം എല്ലാവരും 10-20 വർഷവുമായിട്ട് അവർ ഈ ഓരോ സ്ഥാനത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുക. ഇപ്പോൾ പ്രശ്നം അവരെ ഈ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞെന്താണ്, ഒരു കൂളിംഗ് പീരീഡ് വേണം, 2 ടേമിനേക്കാൾ കൂടുതൽ ആൾക്കാർ മാറണം. ഇത് മാറാനായിട്ട് ആർക്കും സാധ്യമല്ല, ഇഷ്ടമില്ല. അതാണ് ഈ പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ അജിത് കുമാർ ഒക്കെ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് എല്ലാ രാഷ്ട്രീയക്കാരും ഈ ക്രിക്കറ്റിന്റെ തലപ്പത്തില്ല. നമുക്കറിയാം പ്രമുഖരായ ക്രിക്കറ്റിലെ രാഷ്ട്രീയക്കാർ ആരൊക്കെയാണ്, ക്രിക്കറ്റിന്റെ സംഘടനാ തലപ്പത്ത് നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാർ ആരൊക്കെയാണ്. ഞാൻ നേരത്തെ ചില പേരുകൾ പറഞ്ഞല്ലോ. ശ്രീ അരുൺ ജെയ്റ്റ്ലി ഉണ്ട്, ശ്രീ ശരത് പവാർ ഉണ്ട്, ഇവർക്ക് വേണ്ടി വാദിക്കാൻ കപിൽ സിബലിനെ പോലുള്ള വക്കീലന്മാരുണ്ട്, ഈ അനുരാഗ് ഠാക്കൂർ ഉണ്ട്, BJP നേതാവാണ്, ശശി തരൂരിനെ പോലുള്ള ക്രിക്കറ്റേഴ്സ് ഉണ്ട്. അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്നതെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹം നല്ലൊരു ക്രിക്കറ്ററാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആളുകളുടെയൊക്കെ ബലത്തിലാണോ ഇപ്പോഴത്തെ BCCI സുപ്രീം കോടതിയിൽ നിന്ന് കണ്ണുരുട്ടുന്നത്? ഞങ്ങൾ നാളെയും ഈ കാര്യങ്ങൾ ചെയ്യാമെന്നല്ല പറയുന്നത്, ഞങ്ങൾക്ക് നിയമപരമായി ചില അനുകൂല നിലപാടുകൾ ഇപ്പോഴും എടുക്കാൻ സാധിക്കും, ഞങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടും, സുപ്രീം കോടതിയിൽ തോറ്റാൽ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് വരെ ഈ അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. BCCIക്ക് ആ ശക്തി, ധൈര്യം കൊടുക്കുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. എന്തായാലും ഈ രാഷ്ട്രീയക്കാർ അത്ര വലിയ അപകടകാരികളാണ്, രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നതിനോട് യോജിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം രാഷ്ട്രീയക്കാർ, അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയെ നമുക്ക് രാഷ്ട്രപിതാവെന്ന് വിളിക്കാൻ പറ്റില്ല, അദ്ദേഹം രാഷ്ട്രീയക്കാരനാണല്ലോ. അപ്പോൾ രാഷ്ട്രീയക്കാരാ ഇത്തരം വേദികളിൽ ഇരിക്കാൻ പാടില്ല. പക്ഷേ അത് BJPക്കാരായതുകൊണ്ട് വലിയ അപകടകരമാണ്. അങ്ങനെയും വേണ്ട, കഴിവുള്ളവരാണ് BJPയിലുള്ളത്, അതുകൊണ്ട് അവരിങ്ങനത്തെ പല പോസ്റ്റുകളിലും വരുന്നു. നേരത്തെ തന്നെ സംസാരിച്ച എല്ലാവരും പറഞ്ഞല്ലോ, ഠാക്കൂറിനെ കുറിച്ച്, അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല ആർക്കും. അരുൺ ജെയ്റ്റ്ലിയെ കുറിച്ച് ഒരാൾക്കും ഒരു കംപ്ലൈന്റ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞാൻ ഒന്ന് ഇടപെടുക തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ ഈ ജാമ്യം എടുത്തതാണ്. ദയവായി BJP നേതാവ് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെടുന്നതല്ല. ഈ ചോദ്യം ഇതാണ്, ഇന്നത്തെ സുപ്രീം കോടതിയുടെ ചോദ്യമാണത്. BCCIക്ക് ട്രാൻസ്പെറൻസി വേണം, അത് നൽകുന്നതിന് ആർക്കാണ് തടസ്സം? അങ്ങ് പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. അനുരാഗ് ഠാക്കൂറിന് ക്രിക്കറ്റുമായുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഹിമാചൽ പ്രദേശിന് വേണ്ടി, രഞ്ജി ട്രോഫിക്ക് വേണ്ടി ഒരിക്കൽ കളിച്ചു എന്നുള്ളതാണ്. അരുൺ ജെയ്റ്റ്ലിക്ക് ഇതുമായിട്ട് ബന്ധമില്ല, അദ്ദേഹം നേരത്തെ ഡൽഹി ക്രിക്കറ്റ് ബോർഡ് അസോസിയേഷൻ്റെ തലപ്പത്തിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ ഇരുന്ന കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത് BJPയുടെ തന്നെ നേതാക്കളാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരെക്കുറിച്ചുമല്ല, ഈ പണത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള ചില ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ കോക്കസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും ശക്തി പകരുന്ന രാഷ്ട്രീയക്കാരുണ്ടോ ഇവർക്ക്? ഉണ്ടായിട്ട് കാണണം. ലാല് ബഹളം വെക്കല്ലേ. BJPക്കാർ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മുകളിലുള്ളതുപോലെ കോൺഗ്രസ്സുകാരുമുണ്ട്. ഇവിടെ ധാരാളം രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുണ്ട്. നാളെ മാർക്സിസ്റ്റ് പാർട്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ചാൽ ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരും ഉണ്ടാവും. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടാണ് അതിൻ്റെ മുകളിൽ വരാത്തത്. അതിപ്പോൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഏതെങ്കിലും പോസ്റ്റിൽ വരുന്നതിനെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഈ വിഷയത്തിൽ, അതായത് BCCയുടെ വിഷയത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ലോധ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലാർക്കുമില്ല സംശയം. എനിക്ക് തോന്നുന്നു ഇന്ന് BCCI കൊടുത്തിട്ടുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ BCCI പറഞ്ഞതും
ലോധ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി 1 വർഷത്തെ കാലാവധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1 വർഷത്തെ കാലാവധിയുടെ ഉള്ളിൽ ക്രമേണ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അത് നടപ്പാക്കണം. അതിനെന്താ സംശയം? തെറ്റാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഈ പറയുന്നത്. അതാണ് എന്റെ ചോദ്യം. അതായത് BJPക്ക് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെയുള്ള നേതാക്കൾക്ക് ഈ കാര്യത്തിനകത്തെല്ലാം ഭംഗിയായി നടക്കുന്നു. BCCI ഈ ലോധ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ധാരണയുള്ളതാണ് അവർക്കുള്ള വളം. അവർ അതുകൊണ്ടാണ് ആ ധൈര്യത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇവിടെ നിന്ന് പറയുന്നതിനേക്കാൾ ശക്തിയാണ് ഡൽഹിയിൽ നിന്നുള്ള BJP നേതാക്കളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ശക്തി. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത്. അതല്ല സർ, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇതാ ലോധ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ലംഘിക്കുക കൂടി ചെയ്യുന്നു കൊടുത്തിരിക്കുന്ന ഇടവേളയിൽ. ഇതാണ് പ്രശ്നം. ലാലെ, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും BJPയുടെ തലയിൽ കൊണ്ടുവെക്കണമെന്ന് ലാലിന് വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ. പക്ഷെ ഈ വിഷയവും BJP ആയിട്ട് ബന്ധമില്ല. ഉണ്ട് സർ. ഞാൻ BJPയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് കാരണം BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ക്രിക്കറ്റിനെ നിയന്ത്രിച്ചുകൊണ്ട് രാജ്യത്തുണ്ടായിരുന്നയാൾ ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ പോലെയുള്ളവർ. ഡൽഹിയിൽ ക്രിക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നത് ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ്. മുൻപ് ക്രിക്കറ്റിൽ ഈ BCCIയുടെ തുടക്കത്തിലെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ വന്ന ആളുകൾ മുന്നോട്ട് തെളിവുമായി വന്നവരും തെളിവ് ആർക്കെതിരെയാണ് നിരത്തിയതെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇവർക്ക് വേണ്ട തിട്ടൂരം കൊടുക്കണം. BCCIക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, നിങ്ങൾക്ക് നിയമപരമായി ഒരു സപ്പോർട്ടും കിട്ടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും ആ സൂചനയും നൽകിയാൽ ഈ രീതിയിൽ അവർ കോടതിയിൽ BCCI ഇപ്പോൾ നിൽക്കില്ല എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത വ്യാകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒന്നും ലാലുണ്ടാക്കണ്ട. BJP ഈ വിഷയത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. അത് BJPയുടെ വിഷയവുമല്ല. അതൊക്കെ അസോസിയേഷൻ്റെ വിഷയമാണ്. അസോസിയേഷൻ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് സുപ്രീം കോടതി അസോസിയേഷനോട് എന്താ പറഞ്ഞാൽ അത് പറയും. നാളെ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്തിമ തീരുമാനം കൊടുത്തിട്ടില്ലേ, അതിലൊന്നും BJPയോ ഭരണകൂടമോ ഒന്നും ഇടപെടില്ല. അങ്ങനെ ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തിലുള്ള ഒരു സംഘടനയുമല്ല. മാത്രമല്ല, ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് പറഞ്ഞത് 1 വർഷം സമയം കൊടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു അക്കാഡമിക് അല്ലാതെ സംഘടനാപരമായിട്ടാണ് ഇപ്പോൾ ലാല് ചോദിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി പറയാണ്, ഇതിനകത്ത് BJPക്ക് ഗോപാലകൃഷ്ണൻ അതിനകത്തൊരു അക്കാഡമിക് താല്പര്യത്തിനപ്പുറമുള്ള ഒരു ഉത്തരം അങ്ങേക്ക് പറയേണ്ടതുണ്ട്. അതായത് ഈ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്നത് വെറും ഒരു വഴിപോക്കനല്ല, അദ്ദേഹം BJPയുടെ ഒരു നേതാവ് കൂടിയാണ് എന്നുള്ളത് BCCIയുടെ ഈ നിലപാട് ഈ രീതിയിലായി പോയതിന് BJPക്ക് ഉത്തരം പറയേണ്ട ഒരു ഘട്ടം എത്തിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. പശ്ചിമ ബംഗാളിലെ ക്രിക്കറ്റ് അസോസിയേഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുണ്ടല്ലോ. കൽക്കട്ടയിൽ നിന്നുള്ള പശ്ചിമ ബംഗാളിലെ ക്രിക്കറ്റ് അസോസിയേഷനിൽ എന്തെങ്കിലും അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അതിനകത്തുണ്ടെങ്കിൽ പാർട്ടി അവരോട് ചോദിക്കും എന്നാണ്, അവർക്കെതിരെ നടപടി എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ BJPക്ക് ഈ വിഷയവുമായിട്ട് ബന്ധമില്ല. നാളെ സുപ്രീം കോടതിയിൽ എടുക്കുന്ന തീരുമാനം എന്താണോ, സുപ്രീം കോടതിയാണ് പരമോന്നതം. ആ സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സംഘടനയ്ക്കും എല്ലാം ബാധകമാണ്. സുപ്രീം കോടതി എന്തായാലും മോശമായിട്ടൊരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് ക്രിക്കറ്റിൽ അഴിമതി ഉണ്ട്, ക്രിക്കറ്റിലല്ലെന്ന് സകല സ്ഥലത്തും അഴിമതി ഉണ്ട്. അഴിമതി ഇല്ലാത്ത ഒരു ഭരണകൂടം ഉണ്ടാക്കിയത് BJPയാ, ബാക്കി സകല സ്ഥലത്തും അഴിമതിയാ. അപ്പൊ അഴിമതി ഇല്ലാതാക്കണം. അത് ക്രിക്കറ്റിൽ മാത്രമല്ല. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് ബഹളം വെക്കുന്നത് 400 കോടി രൂപയും 500 കോടി രൂപയും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അഴിമതി ഒഴിവാക്കണം. അത് ഫുട്ബോളിൽ ഒഴിവാക്കണം, അത് വോളിബോളിൽ ഒഴിവാക്കണം, അത് സകല സ്പോർട്സ് മേഖലയിലും ഒഴിവാക്കണം. നാളെ സമയം കൊടുത്തിട്ടുണ്ട്. BCCI നിർബന്ധമായും എന്താണോ ചെയ്യേണ്ടത് ഗോപാലകൃഷ്ണൻ, ഈ അഴിമതി നടത്തുന്നു എന്ന് പേര് കേൾക്കുന്ന സംഘടനയുടെ തലപ്പത്ത് നിന്ന് BJP നേതാക്കളെ മാറ്റിയാലെങ്കിലും നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഇന്ന് സുപ്രീം കോടതിയിൽ കപിൽ സിബൽ BCCIക്ക് വേണ്ടി വാദിച്ച കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് സുപ്രീം കോടതിയുടെ പരിഹാസവും ത്തെക്കുറിച്ചുള്ള ആ വാർത്തയും കൂടി ചേർത്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് BCCI ഈ ഒക്ടോബർ 6 വരെ കൊടുത്ത ആ ലിമിറ്റും കഴിഞ്ഞും ഇപ്പോഴും സുപ്രീം കോടതി ഒരു ദിവസം കൂടി കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കും ഇങ്ങനെ എത്തി നിൽക്കുന്നത്? നിയമപരമായി ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇങ്ങനെ വാദിച്ച്
അൾട്ടിമേറ്റം കടന്നു നിൽക്കാൻ സാധിക്കുന്നതാണോ? തീർച്ചയായും അല്ല ലാൽ. ഇത് സുപ്രീം കോടതി അവസാനമായി നീതി നടപ്പാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവസാനമായി നൽകിയ ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. എന്നാൽ അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ലോധ കമ്മിറ്റി എന്ന് പറയുന്നതിന് ശേഷം ജസ്റ്റിസ് ലോധയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ലോധ. സുപ്രീം കോടതി നമ്പർ 2 വരെ എത്തിയിട്ടുള്ള ജസ്റ്റിസ് രവീന്ദ്രൻ, നമ്പർ 3 വരെ എത്തിയിട്ടുള്ള അശോക് ബാൻ, ഇവരടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ തീരുമാനങ്ങൾ വെച്ചിട്ടുള്ളത്. ഇവരും പുറത്തു നിന്ന ആളുകളല്ല. വളരെ കാര്യമായി തന്നെ വിശദമായി പരിശോധിച്ച് നിയമവും നീതിയും എല്ലാ കാര്യങ്ങളും ഇതിൽ നടന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പരിശോധിച്ച ശേഷമാണ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നമ്മൾ പറയുമ്പോൾ ഇവർക്ക് എന്തോ ഇതിൽ അമിതമായ താല്പര്യമുണ്ടെന്ന് തോന്നും. അവർ സുപ്രീം കോടതി ജഡ്ജിമാരായിരുന്നു. സുപ്രീം കോടതി നിയോഗിച്ച ഒരു കർത്തവ്യം വളരെ വ്യക്തമായി ഭംഗിയായി നിറവേറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി ഏറ്റെടുത്ത് സുപ്രീം കോടതി അത് ഒരു തീരുമാനമായി പറഞ്ഞതിന് ശേഷം സുപ്രീം കോടതി വിധിയുടെ അതേപോലെ പ്രാധാന്യമുണ്ട്. ആർട്ടിക്കിൾ 141 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇത് നിയമമാക്കാൻ സുപ്രീം കോടതി കഴിയും. സുപ്രീം കോടതിയാണ് നിയമകാര്യങ്ങളിൽ നമ്മൾ രാജ്യത്തിലെ ഏറ്റവും അവസാനത്തെ ഘടകം. അത് മനസ്സിലാക്കാതെ സുപ്രീം കോടതിക്കെതിരെ നിന്നുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഒരിക്കലും പാലിക്കില്ല എന്ന രീതിയിലേക്ക്, ഇത് കഴിയില്ല എന്ന രീതിയിലേക്ക് പോകുന്നൊരവസ്ഥയിൽ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളെ വരച്ചവരിൽ നിർത്താൻ ഞങ്ങൾക്ക് കഴിയും, നിങ്ങൾ ലൈനിൽ കൊണ്ടുവരാൻ, വി ക്യാൻ ബ്രിങ് യു ഇൻ ദ ലൈൻ, വി നോ ഹൗ ടു സ്റ്റോപ്പ് യു എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നാളെ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നാളെ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഈ ബോർഡ് പിരിച്ചു വിടുകയും അതിന് ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം എക്സ്ട്രീമിലേക്ക് പോയിരിക്കുന്നു. കോടതിക്ക് ഇത്രത്തോളം താഴേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലാണ് സുപ്രീം കോടതി ഇത്രയും ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആളുകൾ സ്നേഹിക്കുന്ന ഈ ക്രിക്കറ്റിനെ, ഈ ഒരു സ്പോർട്സിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ്. കുറേ കാലമായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ ക്രിക്കറ്റിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു മാറ്റം വന്നേ തീരൂ. രാഷ്ട്രീയക്കാർ തലപ്പത്ത് വരണ്ട സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഒരു മിനിസ്റ്ററോ വരണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. രാഷ്ട്രീയക്കാരും മോശക്കാരാണ്, BJP-ക്കാർ മോശക്കാരാണ്, കോൺഗ്രസ്സുകാർ മോശക്കാരാണ്, മാർക്സുകാർ മോശക്കാരെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അതിൽ ചില ആളുകൾ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത് ഒരുപാട് കാലം അലങ്കരിച്ച് വിട്ടുപോകാനാവാത്ത അവസ്ഥയിൽ ഒട്ടിപ്പിടിച്ച് കിട്ടിയ ഒരുപാട് ആനുകൂല്യങ്ങൾ വിട്ടുകളയാനാവാതെ എങ്ങനെ കൈപ്പിൽ ഒതുക്കാം എന്ന് ശ്രമിക്കുന്ന കുറച്ച് ആളുകളെ മാറ്റി നിർത്തണം എന്ന് കോടതി കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ. അതിൽ നിന്നാണ് അവർക്ക് പുറകോട്ട് പോകാൻ കഴിയാത്തത്. അത് ഈ സുപ്രീം കോടതിയിൽ നിന്നും ലോധ കമ്മിറ്റിയിൽ ജസ്റ്റിസ് ലോധ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കപ്പെട്ടെങ്കിൽ മാത്രം ഈ സ്പോർട്സ് നന്നാവുകയുള്ളൂ. ഇത്രയും കാലം ലാസ്റ്റ് 400 കോടിയുടെ കാര്യം പറഞ്ഞില്ലേ, എത്ര കോടിക്കണക്കിന് രൂപയാണ് ഒഴുകിപ്പോകുന്നത്. ഇത് പബ്ലിക്കുമായി യാതൊരു ബന്ധവുമില്ല. ഇതൊരു പ്രൈവറ്റ് സംഭവമാണോ? തമിഴ്നാട് സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു സാധാരണ സൊസൈറ്റി മാത്രമാണോ? അതാണെങ്കിൽ കൂടി ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ? കോടതി കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ? ഇതൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞതിൽ മാത്രമേ പോകൂ എന്ന കടുംവാശിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് തീർച്ചയായും പറയാനുള്ളത്, സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ ഈ സ്പോർട്സിനെ രക്ഷിക്കാനുള്ളതാണ്. അത് തീർച്ചയായും തന്നെ നമ്മളെല്ലാവരും സർവാത്മന അംഗീകരിക്കേണ്ടതാണ്. നാളെ ഉണ്ടാകുന്ന തീരുമാനം നമ്മൾ ഈ സ്പോർട്സിന് കാലങ്ങളിൽ നമ്മുടെ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ഈ കരുദിനം മാറി ഒരു നല്ല തുടർച്ചയായി നല്ല പ്രഭാതമായി നമ്മുടെ സ്പോർട്സിൽ വരും എന്നാണ് പറയുന്നത്. വളരെ കാര്യമായി പഠിച്ചിട്ടുള്ളത്. രംഗനാഥൻ, ഈ പറഞ്ഞ ശുഭദിനത്തിന് വേണ്ടി തന്നെയാണ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ ഒക്കെ നിൽക്കുന്നത്. പണമാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. മറ്റു സംഘടനകളൊക്കെ അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ മറ്റു സംഘടനകളിലൊന്നും ഇല്ലാത്ത ഒന്നിവിടെ ഉണ്ട്. വളരെയധികം പണം, പബ്ലിക് മണിയാണത്. ആ പബ്ലിക് മണിയുടെ കാര്യത്തിൽ സുപ്രീം കോടതിക്കും മറ്റ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ജിജ്ഞാസയുണ്ട്. അവർക്ക് അവിടെ ജാഗ്രത പാലിക്കേണ്ടതായിട്ട് വരും. മാറ്റം വേണം. അതല്ലെങ്കിൽ ഈ സുതാര്യത ഇല്ലാതായി ക്രിക്കറ്റിനെ നശിപ്പിക്കും. നേരത്തെ ശ്രീനിവാസനും മറ്റുള്ളവരും ഒക്കെ കൂടി ചേർന്ന് ചെയ്ത ഫിക്സിങ്ങിനെ കുറിച്ച്, ക്രിക്കറ്റിനുണ്ടാക്കിയ ചീത്തപ്പേരിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ക്രിക്കറ്റ് ഏതൊക്കെ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കച്ചവടമായി മാറിയിരിക്കുന്നതിൻ്റെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ വീണ്ടും വീണ്ടും ആളുകളുടെ ഇടയിലേക്ക് വന്ന് ക്രിക്കറ്റിൻ്റെ വിശ്വാസ്യത നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നതിനെ ഇല്ലാതാക്കാൻ താങ്കളെപ്പോലുള്ളവർ ഈ കാര്യത്തിന് വേണ്ടി വാദിക്കേണ്ടതല്ലേ? ഇതല്ലേ ഒരവസരം ഈ തിരിച്ചു പിടിക്കാൻ? ശ്രീരംഗനാഥനിലേക്ക് തിരിച്ചു വരാം.
ശ്രീ ദേവദാസ്. ലാലേ, ഇതിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോദിച്ചില്ലേ, നിങ്ങൾ പറയേണ്ട ജെറ്റ്ലിയൊന്നുമല്ല, അത് കീർത്തി ആസാദ് തന്നെയാണ് പറഞ്ഞ അഴിമതിക്കഥ. ആ ഡൽഹി ക്രിക്കറ്റ് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ നിയന്ത്രിച്ചത് ശ്രീനിവാസന് വേണ്ടി വോട്ട് ചെയ്തത് നരേന്ദ്രമോദിയല്ലേ, ഗുജറാത്ത് ക്രിക്കറ്റ് ചീഫ് അസോസിയേഷൻ ചീഫായിട്ട് മറ്റേ അമിത്ഷാ അല്ലേനോ. പിന്നെ ഈ കുടുംബ വാഴ്ച എന്ന് പറഞ്ഞിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും ഡൽഹിയിലേക്ക് വണ്ടി കയറിയപ്പം അമിത്ഷാന്റെ മോനെയല്ലേ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫായിട്ട് ഇപ്പോൾ അവരോധിച്ചത്. അപ്പോൾ ഇവരെല്ലാം ഒന്നും അനങ്ങൂല. ഒന്ന് ലാൽ എനക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണം, ഈ തമിഴ്നാട് സൊസൈറ്റി ആക്ട് എന്തിനാന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം കോർപ്പറേറ്റ്സ് അല്ല, വലിയ മിനിറ്റ്സ് എല്ലാം കോർപ്പറേറ്റ്സ്, ഇവരെല്ലാം വലിയ കോർപ്പറേറ്റിന്റെ വലിയ ആൾക്കാരാണ്. പക്ഷെ ഇവർക്ക് വേണ്ടത് തമിഴ്നാട് സൊസൈറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ വീരപ്പനെ പോലെ കൊമ്പ് എടുക്കുക, വീതം വെക്കുക. അതാണ് ഇപ്പൊ സുപ്രീം കോടതി പഠിച്ചത്. പിന്നെ രംഗനാഥൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, സ്റ്റേറ്റ് ഇന്ന് സുപ്രീം കോടതിന്റെ മുമ്പാകെ പറയുന്നതാണ് അനുരാഗ് താക്കൂർ BCCIന്റെ വക്കീൽ പറയുന്നത്, ഈ BCCI സ്റ്റേറ്റ് അസോസിയേഷൻ അനുസരിക്കുന്നില്ല ലോധ പാനൽ. ഈ സ്റ്റേറ്റ് അസോസിയേഷന്റെ ചീഫുമാണ് അനുരാഗ് താക്കൂർ, ഫാറൂഖ് അബ്ദുള്ള, TC മാത്യു BCCIന്റെ വൈസ് പ്രസിഡന്റ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്. അപ്പൊ ഇവർ കളവ് പറഞ്ഞിട്ട് സുപ്രീം കോടതിനെ. പക്ഷെ താക്കൂർ എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട് ഖലീഫുള്ളയും താക്കൂറും നമിക്കണം, ലോധേനെയും താക്കൂറിനെയും ഖലീഫുള്ളേനെയും. എന്താ പറയാ, ഇത്രയും ഇതില് ഒരു രാഷ്ട്രീയക്കാരും മാഫിയ. പിന്നെ ഇവരെന്താ BJP-ക്കാരും എല്ലാം എല്ലാവരും ഉത്തരം പറയണ്ടേ, ശരത് പവാറല്ലോ. ഈ ദാവൂദ് ഇബ്രാഹിമാണ് ഇൻവോൾവ് ഇതില്, ഈ മാഫിയയില്. അപ്പോൾ ഈ കള്ള പൈസയാണ് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് പിന്നെ IS-ഉം മറ്റേ തീവ്രവാദവുമായിട്ട് വരുന്ന, അവരെ ഫിനാൻസ് ചെയ്യുന്നു പാകിസ്ഥാനിലോ. എന്നിട്ട് പോലും ദുബായിലെല്ലാം നിന്നിട്ട് ഇവർക്ക് ഇപ്പൊ BJP-ക്കൊന്നും അത് രാഷ്ട്രീയം വളരെ ഭീകരമാണ് അവസ്ഥ. ശ്രീ C. രംഗനാഥൻ, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ ക്രിക്കറ്റിനെ കുറിച്ച് ആളുകളുടെ ഇടയിലുള്ള ഒരു മതിപ്പ് കുറവ് ഈ ശ്രീനിവാസനെ പോലുള്ളവരൊക്കെ ഉണ്ടാക്കിയ ഫിക്സിങ്ങിന് ശേഷം ഉണ്ടാക്കിയ പ്രശ്നം ഒരു സാഹചര്യമുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ നിന്ന് തിരിച്ച് ക്രിക്കറ്റിനെ അതിൻ്റെ വില തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണണ്ടേ? താങ്കളെപ്പോലുള്ളവരൊക്കെ നാളത്തെ ആ ദിനത്തെ കാത്തിരുന്ന് വരവേൽക്കുകയല്ലേ വേണ്ടത്? ഈ മാറ്റം അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും ആ ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, ക്രിക്കറ്റിനെ ആരാധിക്കുന്നവരും കാത്തിരിക്കുന്നത്. ഇതിന് സമാനമായ അനുഭവം മുൻകാലങ്ങളിലും BCCIയിലും അല്ലെങ്കിൽ ക്രിക്കറ്റിലും ഉണ്ടായിരുന്നിട്ടുണ്ട്. അസാറുദ്ദീന്റെ ഒരു സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ക്രിക്കറ്റിന് വളരെ നാണം കെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നത്. ഇന്ന് അതിന് പകരമായിട്ട് പ്രത്യേകിച്ച് ഇപ്പൊ IPL ഉണ്ടായ വിവാദം അത് മാറി ഇപ്പോ ക്ലീൻ ക്രിക്കറ്റ് എന്നുള്ള രീതിയിൽ BCCIയും അതിന് ഉചിതമായ നടപടിക്രമങ്ങളിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ശക്തമായിട്ട് കൂടുതൽ നന്നാക്കി കൊണ്ടുവരാനായിട്ട് സുപ്രീം കോടതി ലോധ കമ്മിറ്റിനെ നിയോഗിക്കുകയും അത് പ്രായോഗികമാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇപ്പോ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് തലപ്പത്തിരിക്കുന്നവർ അതിന് നന്നായിട്ട് ശ്രമവും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനത്തിലോട്ട് പോകുന്നതായിരിക്കും ഉചിതം. അത് തീർച്ചയായിട്ടും ഇനി സുപ്രീം കോടതി നാളെ ഒരു തീരുമാനമെടുത്ത് നാളെ വ്യക്തമായിട്ട് ഇനി എല്ലാവരും മാറി പുതിയൊരു ബോഡി തന്നെ ഇതിന് വരണം, അല്ലെങ്കിൽ ഒരു അഡോക് കമ്മിറ്റി വെച്ച് ഇതിനെ റൺ ചെയ്യാനായിട്ട്. പക്ഷെ പ്രായോഗികമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. അത് മാത്രമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ക്രിക്കറ്റിന്റെ ഏറ്റവും പീക്ക് സീസണാണ്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഡൊമസ്റ്റിക് ആഭ്യന്തര ക്രിക്കറ്റുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നു. അത് മാത്രമല്ല ഇന്ത്യ പല മത്സരങ്ങളും ഇന്ത്യയിൽ കളിക്കാനിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ എല്ലാം അടിമുടി പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിനെ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപക്ഷെ സുപ്രീം കോടതിക്ക് അത് വ്യക്തമായൊരു ധാരണ കാണും. മുൻ താരങ്ങളെല്ലാം തന്നെ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് ക്രിക്കറ്റ് നന്നായിട്ട് കൊണ്ടു നടക്കാനും അല്ലെങ്കിൽ ക്രിക്കറ്റ് നന്നായിട്ട് ഇനിയും ഭാവിയിലും നന്നായിട്ട് നടത്താനായിട്ട് BCCIയിൽ ആര് വന്നാലും, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്രിപുര ക്രിക്കറ്റ് അസോസിയേഷൻ ആയാലും വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ ആയാലും എല്ലാം ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇപ്പൊ മുൻ ജസ്റ്റിസ് മുഡ്ഗലിന്റെ കീഴിലാണ് ഇപ്പൊ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം നല്ല കാര്യങ്ങളും നമ്മൾ ശ്രീ രംഗനാഥൻ, പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം കോടതി ഇടപെട്ടാണ് വരുത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡോക്ടർ അജിത് കുമാർ, ഈ പറഞ്ഞ രീതിയിൽ പ്രാദേശികമായ ക്രിക്കറ്റ് സംഘങ്ങൾക്ക് പണം ഇങ്ങനെ കൊടുക്കുന്നു, ഈ പ്രാദേശികമായ ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ 2/3 മെമ്പർഷിപ്പിൻ്റെ അംഗീകാരമുണ്ടെങ്കിലേ BCCIക്ക് എന്തെങ്കിലും മാറ്റം
തനിയെ വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ കോടതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ കുഴപ്പമല്ല, ഈ സംസ്ഥാനങ്ങളിലെ ക്രിക്കറ്റ് അസോസിയേഷനുകളെ ഒന്നും തന്നെ പിന്തുണയ്ക്കാത്തത് കൊണ്ടാണ് BCCI ഈ രൂപത്തിലേക്ക് വന്നത് എന്നാണ് കപിൽ സിബൽ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം. അതാണോ ശരി? തീർച്ചയായിട്ടും ഈ കപിൽ സിബൽ പറഞ്ഞ കാര്യം നല്ലൊരു പോയിന്റ് തന്നെയാണ്. കാരണം ഓരോ സ്റ്റേറ്റ് അസോസിയേഷൻസ് ആണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല സ്റ്റേറ്റ് അസോസിയേഷനിലെ ആൾക്കാരാണ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് BCCIയിലേക്കും പോകുന്നത്. അങ്ങനെ ഓരോ റെപ്രസെൻറ്റേറ്റീവ് ഓരോ സ്റ്റേറ്റ് അസോസിയേഷന് വന്ന് അങ്ങനെയാണ് BCCI ഫോം ചെയ്യണത്. BCCIയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് അസോസിയേഷൻസ് എന്ന് പറയുന്നത് എന്താ, അവരുടെ സൗകര്യപ്രദമായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനും നിൽക്കാനുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. രണ്ടിപ്പം രംഗനാഥൻ ഇങ്ങനെ മറ്റ് ഓരോ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷന് ഈ സ്ഥിതി വന്നു? എന്തുകൊണ്ട് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷന് ഈ സ്ഥിതി വന്നു? എന്തുകൊണ്ട് BCCIയിൽ തലപ്പത്തുള്ള ആൾക്കാർക്ക് സൗകര്യമില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ അവിടത്തൊക്കെ തലപ്പത്തുള്ളത്? അപ്പം അതാണ് സംഭവം. വേണമെങ്കിൽ ഏതൊരു വിധത്തിലും BCCIക്ക് തിരിക്കാം. അവിടെയാണ് നടക്കുന്നത്. അവരുടെ അധികാരം ഇപ്പോഴുള്ള സെറ്റപ്പിലെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട അവർ പറയുന്നത് പോലെ കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ പിന്നെ ആ അസോസിയേഷനിൽ എന്ത് നടന്നാലും BCCIക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഓരോ സ്റ്റേറ്റ് അസോസിയേഷനിലും BCCI കോടിക്കണക്കിന് രൂപ ഓരോ കാര്യത്തിന് അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറ്റി? അതൊക്കെ വിജിലൻസ് കേസുകളും ആ സ്റ്റേറ്റ് അസോസിയേഷനിൽ എന്താ പറയുക പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് BCCI എന്നൊരു ചോദ്യമില്ല. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ. BCCIയുടെ പണം കൊണ്ടാണ് ഇവിടെ കൊച്ചിയിൽ അവർ സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു സംരംഭം ഉണ്ടാക്കി. കോടിക്കണക്കിന് രൂപ കിട്ടി. അതിപ്പോൾ വിജിലൻസ് എൻക്വയറിയിലേക്ക് പോയി സംസ്ഥാന സർക്കാർ ഒരു എൻക്വയറി നടത്തി. അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ പണം കൊടുത്ത BCCIക്ക് ഒരു പരാതിയുമില്ല. ഇതാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളാണ്. പിന്നെ രാഷ്ട്രീയക്കാരെ പറ്റി തുടരുക. ഒരു ചെറിയ ഇടവേള ഈ ഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇവിടെ നേരത്തെ ശ്രീ ദേവദാസ് ആണെന്ന് തോന്നുന്നു ചൂണ്ടിക്കാട്ടിയത് ഈ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷനിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. ഈ പ്രാദേശികമായ അസോസിയേഷനുകളാണ് വലിയ പ്രശ്നമെന്ന് ഇപ്പോൾ ഡോക്ടർ അജിത് കുമാറും ഒക്കെ പറഞ്ഞു. അവർ കാണിക്കുന്ന കുറ്റങ്ങൾ വിജിലൻസിൻ്റെയൊക്കെ പിടിയിൽ വന്നു കിടക്കുകയാണ്. അതിനെക്കുറിച്ച് പോലും BCCIക്ക് ഒരു പരാതിയും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ഈ പബ്ലിക് മണിയെക്കുറിച്ച്, ഈ കള്ളപ്പണമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളാണല്ലോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു ഇടപെടൽ നടത്തേണ്ടവർ ആരാണ്? ഈ കാര്യത്തിൽ ഒരു ഇടപെടുന്നു എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാക്കണ്ടേ? എന്ന് കൈരളി TV കണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ബാക്കി TV ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ഇവിടെ കേരള സർക്കാർ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ മകനെ കൊണ്ടുവന്നിട്ടുണ്ട്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ശിവദാസന് പറ്റുമെങ്കിൽ ഒരു വിവരാവകാശം കൊടുത്ത് നോക്ക്. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ശിവദാസ? BCCIയുടെ വിഷയത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് BCCIയെ സുപ്രീം കോടതി ശാസിക്കും. സുപ്രീം കോടതിയുടെ മനസ്സിൽ ഒരു നല്ല തീരുമാനം ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് ആലോചിക്കാം. കൈരളിയിൽ പോകുന്ന വാർത്തയിൽ തന്നെ അതിനകത്ത് സംസ്ഥാന സർക്കാർ എടുത്ത നടപടിയെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതല്ല എന്റെ ചോദ്യം. ഇന്ന് നമ്മൾ BCCIയെ കുറിച്ച് പറയുമ്പോൾ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ട് രാഷ്ട്രീയം തമ്മിലുള്ളതും ഈ ക്രിക്കറ്റ് ഇങ്ങനെ മോശമായിരിക്കുന്നുവെന്ന് ജസ്റ്റിസ് ലോധ കണ്ടെത്തിയതും സുപ്രീം കോടതി ഇങ്ങനെ അന്ത്യശാസനം നൽകി നിൽക്കുകയും ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തലപ്പത്തുള്ള ആളുകളൊക്കെ ഈ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്ന പങ്ക് എന്താണെന്ന് ചോദിച്ചു പോകും. അവർ പറഞ്ഞു പോകും. ആ കാര്യത്തിൽ ഇങ്ങനെ വിറളി പിടിക്കുന്നത് എന്തിനാണ്? എനിക്കൊരു വിറളിയില്ല. വിറളി പിടിക്കുന്നത് ലാലാണ്. വല്ലാതെ വിറളി പിടിക്കുന്നത് എന്തിനാ? BJPക്കാർ ഏതെങ്കിലും വലിയ പോസ്റ്റിൽ വരുമ്പോൾ കുറെ കൊല്ലമായാലോ വിറളി പിടിക്കാൻ തുടങ്ങിയിട്ട്. കേരളത്തിൽ ഞാൻ ലാലിനോട് ഒരു കാര്യം ചെയ്തത്, കേരളത്തിലെ BJPക്കാർ ആ വലിയ പോസ്റ്റിലേക്ക് എത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് കാണാൻ പറ്റുന്നില്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. അല്ല അതിന് ഞാൻ അല്ലെ പോട്ടെ. അല്ല ലാലേ ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു പോസ്റ്റിൽ
മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നാ പറഞ്ഞ സാംസ്കാരിക മേഖലയിലെ കലാമണ്ഡലത്തിലേക്ക് പോയ ആള്. എന്നിട്ട് പിന്നെ അത് പോട്ടെ, BCCIയിലേക്ക് വരൂ. BCCIയിൽ ഈ അനുരാഗ് ഠാക്കൂറിനെ പോലുള്ള BJP-ക്കാർ തന്നെയാണോ നിങ്ങൾ പിന്തുണച്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലേക്ക് കൂടി അയക്കുക, അവിടുത്തെ കാര്യങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ അയക്കുക? ഞാൻ പറയട്ടെ ലാലെ, അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്ന ശിവദാസ് ഒഴിച്ച് വേറെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോന്ന് നിങ്ങൾ അന്വേഷിക്കുക. സുപ്രീം കോടതിക്ക് പോലും അനുരാഗ് ഠാക്കൂറിനെ കുറിച്ചോ അരുൺ ജെയ്റ്റ്ലിയെ കുറിച്ചോ അഭിപ്രായ വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ്. അനുരാഗ് ഠാക്കൂറിന് ക്രിക്കറ്റുമായി എന്തു ബന്ധമെന്നുള്ളത് പരിഹാസത്തോടു കൂടിയാണ് ചീഫ് ജസ്റ്റിസ് ഠാക്കൂർ ഇന്ന് പറഞ്ഞത്. അത് അങ്ങ് കേൾക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. തിരിച്ചു വരാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ ദേവദാസ്, മറുപടി. ദേവദാസ്. ഇത് എന്താ പറയാ, ഗോപാലകൃഷ്ണന് അറിയാനില്ല. ഈ അനുരാഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശില് ഈ സ്ഥലം ഗവൺമെന്റ് ഭൂമി കയ്യേറിയ കേസ് നടക്കുന്നുണ്ട്, പോയിട്ട് നോക്ക് ക്രിക്കറ്റിന്റെ പേരിൽ. പിന്നെ ഈ മോഡിയും അമിത്ഷാ എല്ലാം ലളിത് മോഡിനെ എന്താണ് ഗോപാലകൃഷ്ണൻ പണ്ട് ബാധിച്ചല്ലേ, കൊണ്ടുവരുന്നു 5000 കോടി എടുത്ത് പോയിട്ട് BJP രാജസ്ഥാൻ ഗവൺമെന്റ് അല്ലേ ഒത്താശ ചെയ്തിട്ട് ഇപ്പൊ ലണ്ടനിൽ നിൽക്കുന്നു. 10,000 കോടി മല്ലയ്യനെ വിട്ടത് 15,000 കോടി കിട്ടൂലേ? എന്തുകൊണ്ട്? ഇവർക്ക് ക്രിക്കറ്റായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാട്ടു കള്ളന്മാര് ഈ അനുരാഗ് ഠാക്കൂറിനെ വെച്ചിട്ട് ഈ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നത്. അതാണ് ഒരു MP ആണ്, ഇവരെ തന്നെ MP ആണ് കീർത്തി ആസാദ് പറഞ്ഞ ജെയ്റ്റ്ലി കാട്ടു കള്ളനാണെന്ന്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു രംഗനാഥൻ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ. എന്റെ ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പൊ ലോധ പാനല് നമ്മൾ റെഡിയാന്ന് പറഞ്ഞപ്പോഴേക്ക് ജെയ്റ്റ്ലിന്റെ 2 ആള് കത്ത് എഴുതി BCCIക്ക്, ഇവരെ സസ്പെൻഡ് ചെയ്യണം, ലോധേനെ സപ്പോർട്ട് ചെയ്ത് ഇവർ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ലെറ്റർ CSK സുബ്രഹ്മണ്യൻ, നമ്മളെ സുബ്രഹ്മണ്യൻ സ്വാമി മറ്റേ ശ്രീനിവാസന്റെ ക്ലബിനെ ഉടനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, അത് കേൾപ്പിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നതും കേൾപ്പിക്കുന്നുണ്ട്. കാതി എടുത്ത് കാക്കുന്നു. അതുകൊണ്ട് ക്രിക്കറ്റില് ക്രിക്കറ്റ് കളിച്ച അമിത്ഷാ എപ്പെങ്കിലും ക്രിക്കറ്റ് ജയ്ഷാനി ഏൽപ്പിച്ച എന്തുകൊണ്ടാണ് മോനെ ഏൽപ്പിച്ചിട്ട് വന്നത്? അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇവിടെ കുടുംബ വാഴ്ച. സൗരാഷ്ട്രയിൽ നിരഞ്ജൻ ഷാ 60 കൊല്ലായി ഇതിന്റെ ചീഫായിട്ട് വാഴുന്നത്. ശരി, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, എന്തായാലും നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ചർച്ച അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഈ നിയമപരമായി നിയമം മറികടന്നുകൊണ്ടാണ് ഇതാ ഇന്നിപ്പോൾ ഒരു രാത്രി കൂടി കടന്ന് നാളെയിലേക്ക് BCCIയുടെ ഈ ഭരണസമിതി എത്തി നിൽക്കുന്നത്. സുപ്രീം കോടതി ഏത് രീതിയിലാണ് ഈ പുതിയ ഭരണസമിതിയെ നിയോഗിക്കുക? നാളെ അത്തരത്തിലൊരു ഉത്തരവിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനും ഇനി ചില കടമ്പകളൊക്കെ ഇല്ലേ? ഈ ഗോപാൽ സുബ്രഹ്മണ്യം പറഞ്ഞത് അതിനകത്ത് നല്ല യോഗ്യതയുള്ള ആളുകൾ വരണം എന്നാണ്. ആ കാര്യത്തിൽ ഇനി ഒരു തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് ഈ കാര്യങ്ങളെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുമോ? ഇല്ല ലാൽ, ഒരു സാധ്യതയും ആ കാര്യത്തിലില്ല. ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം സുപ്രീം കോടതിക്കുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെയാണെങ്കിൽ നാളെ രാവിലെ നിർബന്ധമായും ലോധ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് BCCIയുടെ ഭാഗത്തു നിന്നും ഒരു അണ്ടർടേക്കിംഗ്, അൺകണ്ടീഷണൽ അപ്പോളജിയോട് കൂടി ഒരു അണ്ടർടേക്കിംഗ് നാളെ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഉണ്ടാകുമെന്നാണ് ഈ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് സുപ്രീം കോടതി ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്താണ് വരാൻ പോകുന്നത് എന്ന് പ്രാക്ടീസിയുടെ അവർക്ക് വേണ്ടി ഹാജരാകുന്ന കപിൽ സിബൽ സാറിനും എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ കോടതി കൂടുന്നതിന് മുമ്പായി അണ്ടർടേക്കിംഗ് കോടതിയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഈ കേസിൽ സുപ്രീം കോടതി ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരായിട്ടുള്ള സൗരവ് ഗാംഗുലി, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് കളിക്കാർ, മുമ്പ് സുപ്രീം കോടതി വെച്ചിരുന്ന ആളുകൾ, ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഒരു അഡ്വൈസേഴ്സ് ആയിട്ടുള്ള 3-4 കളിക്കാരുണ്ട്. ഈ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് സൗരവ് ഗാംഗുലിക്കാണ്. സൗരവ് ഗാംഗുലി നേതൃത്വത്തിൽ ഉള്ള ഒരു ടീമിനെ കൊണ്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു ജഡ്ജിനെ ഇതിന് ലീഗൽ അഡ്വൈസറായിട്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും ശ്രീ ദേവദാസിനും ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് അങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ദീപക്, ശ്രീ ദേവദാസ്, ഡോക്ടർ അജിത് കുമാർ, സി രംഗനാഥൻ.